നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. 8 ക്യാരറ്റ് വജ്രത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രൂപം കൊത്തിയെടുത്ത് ഒരു കൂട്ടം കരകൗശല വിദഗ്ധർ. ഗുജറാത്തിലെ സൂറത്തിലുള്ള വജ്ര നിർമ്മാണ കമ്പനിയിലെ ജീവനക്കാരാണ് സൃഷ്ടിക്ക് പിന്നിൽ. നഗരത്തിൽ നടക്കുന്ന പ്രദർശനത്തിലെ പ്രധാന ആകർഷണമായി മാറിയിരിക്കുകയാണ് വജ്രത്തിനുള്ളിലെ മോദി. 20 പേരുടെ സംഘം ഒരു മാസം ചെലവഴിച്ചാണ് മോദിയുടെ ചിത്രം വജ്രത്തിൽ ആലേഖനം ചെയ്തത്. തുടക്കത്തിൽ 40 ക്യാരറ്റ് ആയിരുന്ന വജ്രം ആകൃതിയും മിനുസവും വരുത്തി 8 ക്യാരറ്റാക്കി മാറ്റുകയായിരുന്നുവെന്ന് വജ്രം നിർമ്മിച്ച SK കമ്പനി അധികൃതർ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ മേക്ക് ഇൻ ഇന്ത്യക്ക് പിന്തുണ അറിയിച്ച് നിർമ്മിച്ച വജ്രം പരിസ്ഥിതി സൗഹാർദ്ദവുമാണ്. ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഹർഷ് സംഘ്വി സൂറത്തിൽ നടന്ന പ്രദർശനത്തിൽ പങ്കെടുത്തിരുന്നു. പ്രദർശനത്തിലെ മുഖ്യ ആകർഷണമായ മോദിയുടെ രൂപം ആലേഖനം ചെയ്ത വജ്രവും അദ്ദേഹം കാണാനെത്തിയിരുന്നു. അതേസമയം കഴിഞ്ഞ 4 വർഷത്തിനിടെ രാജ്യത്ത് 8 കോടി തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 3ാം ടൈമിൽ NDA സർക്കാർ 3 ഇരട്ടി വേഗത്തിൽ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുംബൈയിൽ 29,400 കോടിയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത ശേഷം പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ വികസനത്തിനെതിരെ നിൽക്കുന്നവരാണ് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത്. അടൽ സേതു പാലത്തിന് വിള്ളലുണ്ട് എന്ന തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ കുപ്രചരണങ്ങൾ നടത്തിയിരുന്നു. അവർ തൊഴിലില്ലായ്മ ഇല്ലാതാക്കുന്നതിനും നിക്ഷേപങ്ങൾ നടത്തുന്നതിനും എതിരാണ്. RBIയുടെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് കഴിഞ്ഞ 4 വർഷത്തിനിടെ 8 കോടി തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടത്. മുംബൈയിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചമാക്കുന്നത് എന്നതാണ് മഹാരാഷ്ട്ര സർക്കാരിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ മുംബൈക്ക് ചുറ്റുമുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം നടപ്പിലാക്കുന്നു. മുംബൈയിൽ തീരദേശ പാതയും അടൽ സേതുവും യാഥാർത്ഥ്യമായി. അടൽ സേതുവിലൂടെ പ്രതിദിനം 20,000 വാഹനങ്ങളാണ് സഞ്ചരിക്കുന്നത്. മുംബൈയിൽ മെട്രോ വികസനവും അതിവേഗം പുരോഗമിക്കുകയാണ്. 10 വർഷം മുൻപ് മുംബൈ മെട്രോ 8 കിലോമീറ്റർ മെട്രോ ലൈൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്നത് 80 കിലോമീറ്ററായി വികസിച്ചു. സംസ്ഥാനത്ത് കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നടപ്പിലാക്കുന്നതിന് പുതിയ പദ്ധതികൾ സഹായകമാകുമെന്നും പറഞ്ഞു. മഹാരാഷ്ട്രയെ രാജ്യത്തിന്റെ പ്രധാന വിനോദസഞ്ചാര മേഖലയാക്കി മാറ്റുന്നതിനും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു.